അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. വതനത്തിൽ പോയി ബാബയുടെ സമീപത്ത് എത്തിച്ചേർന്നപ്പോൾ ഒരു ട്രെയിനിൻ്റെ യാത്രയുടെ ദൃശ്യം ബാബ നോക്കുകയായിരുന്നു. വളരെ ശ്രദ്ധാപൂർവം, വളരെയധികം ദീർഘദൃഷ്ടിയോടെ നോക്കിക്കൊണ്ട് ബാബ പറഞ്ഞു, കുട്ടി, ഈ ട്രെയിനിൻ്റെ ദൃശ്യം നോക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, ബാബ, ഇതിൻ്റെ രഹസ്യം അങ്ങേക്ക് പറയാൻ സാധിക്കൂ. അങ്ങ് ഏത് അർത്ഥത്തോടെയാണ് ഈ ദൃശ്യം എമർജ് ചെയ്തത് എന്ന് അങ്ങേക്ക് പറയാൻ കഴിയൂ. ബാബ വളരെ ഗഹനമായ ചിന്തയോടെ ആ ദൃശ്യം നോക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ട്രെയിൻ ചലിക്കുവാൻ ആരംഭിക്കുമ്പോൾ ആദ്യം വളരെ പതുക്കെയാണ് ചലിക്കുന്നത്. പിന്നെ അതിൻ്റെ സ്പീഡ് പതുക്കെ പതുക്കെ വർദ്ധിച്ചു വരുന്നു. സ്റ്റേഷനിലേക്ക് വരുമ്പോൾ മന്ദഗതിയിലാകുന്നു. പിന്നെ വീണ്ടും സ്പീഡിൽ ചലിക്കുവാൻ തുടങ്ങുന്നു. ചിലപ്പോൾ അത് കാട്ടുപ്രദേശത്ത് നിൽക്കുന്നു. അഥവാ ലേറ്റായി പോവുകയാണെങ്കിൽ ഫാസ്റ്റായി പോയി അതിൻ്റെ സമയം കവർ ചെയ്യുന്നു, കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടി. നമ്മൾ ബാബയുടെ കുട്ടികളും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ്. നമ്മൾ ലോകത്തുള്ളവരോട് പറയുന്നു ഒരു യാത്രയിലെ യാത്രക്കാരാണ് എന്ന്. എന്നാൽ ബാബയുടെ കുട്ടികളായ നമ്മുടെ യാത്ര എത്ര നീണ്ടതാണ്, അത് എവിടം വരെയാണ് പോകുന്നത് എന്നത് ബാബ വളരെ ശ്രദ്ധാപൂർവം നോക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ഏതുപോലെ ട്രെയിനിൽ ചിലർ തുടക്കം മുതൽ അവസാനം വരെയും മുഴുവൻ സമയത്തും സ്ഥാനത്ത് എത്തുന്നത് വരെയും ആ ആൾക്ക് ഇരിക്കേണ്ടി വരുന്നു. ചിലരാണെങ്കിൽ ഇടയിൽ ഇറങ്ങുന്നു, ചിലർ ഇടയിൽ വെച്ച് കയറുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ഈ ജ്ഞാനത്തിൻ്റെ ലക്ഷ്യത്തിലും ബാബ കുട്ടികളുടെ സ്ഥിതിയുടെ ഈ ദൃശ്യം വളരെ സ്നേഹത്തോടെ നോക്കുന്നു. ആരെല്ലാമാണ് ഈ യാത്രയിലെ യാത്രക്കാർ? ആരെല്ലാമാണ് ഇറങ്ങുന്നത്? ആരാണ് അവസാനം വരെയും ഉണ്ടായിരിക്കുകയും തങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ബാബയോട് ചോദിച്ചു, ബാബ, ഇടയിൽ വെച്ച് ആരാണ് ഇറങ്ങുന്നത്? അതായത് ഒരാളുടെ സ്റ്റേഷൻ വരുമ്പോൾ ആ ആൾ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, സ്റ്റേഷൻ ആകുമ്പോൾ ഇറങ്ങുക തന്നെ ചെയ്യുന്നു. അതിൻ്റെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കൂ. ബാബ പറഞ്ഞു, ആരുടെ സ്റ്റേഷൻ വരുമോ അവർ ഇറങ്ങും. എന്നാൽ ഇതിൽ വളരെയധികം പ്രായമായവരും വൃദ്ധരും ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇടയിൽ വച്ച് പ്രായം കുറഞ്ഞ ആത്മാക്കൾ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അവരുടെ യാത്ര പകുതി വഴിയിൽ ആയിപ്പോകുന്നു. അവർ ഇറങ്ങി പോയി കളയുന്നു. ബാബയും തൻ്റെ കുട്ടികളുടെ മനസ്സിൻ്റെ സ്ഥിതിയും സമയവും നോക്കുന്നു. ബാബ പറഞ്ഞു, കുട്ടികളുടെ പുരുഷാർത്ഥം അവരവരുടെ രീതി അനുസരിച്ച് വളരെ തീവ്രതയോടെ അവരവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന പുരുഷാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള ചില ആത്മാക്കളുടെ പാർട്ടും ബാബ കാണുന്നു. ചിലർ പൊയ്ക്കൊണ്ടുമിരിക്കുന്നു, ചിലർ അവരവരുടെ സ്ഥിതി ഉണ്ടാക്കുന്നു, ചിലർ സമ്പന്നതയുടെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, തുടക്കം മുതൽ, അതായത് ബാബ എപ്പോൾ വന്നുവോ, എപ്പോൾ മുതൽ ബാബയുടെ കുട്ടിയായി മാറിയോ, എപ്പോഴാണോ ബ്രാഹ്മണ പരിവാരം രൂപപ്പെട്ടത്, അപ്പോൾ ഓരോരുത്തരും ഈ ഒരു ലക്ഷ്യം വെച്ചു. നമുക്ക് നമ്മുടെ ലക്ഷ്യം പ്രാപ്തമാക്കുക തന്നെ വേണം, നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ വേണം. ബാബ പറഞ്ഞു, ഇപ്പോൾ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾക്ക് തൻ്റെ ലക്ഷ്യവും തൻ്റെ സ്ഥാനവും ഇപ്പോൾ കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാബയും നോക്കുകയാണ്. ബാബ പറഞ്ഞു,
എങ്ങനെയാണോ ട്രെയിൻ ലേറ്റായി പോവുകയാണെങ്കിൽ അത് കവർ ചെയ്യുന്നു, അതേപോലെ ബാബയുടെ കുട്ടികളായ നിങ്ങൾ സമയത്തെ കണ്ടുകൊണ്ട്, സമയത്തിൻ്റെ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടും അനേകം പ്രകാരത്തിലുള്ള കാര്യങ്ങളെ കണ്ടുകൊണ്ട് കുട്ടികളായ നിങ്ങൾ തൻ്റെ സ്പീഡ് ഉപയോഗിച്ച് തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ വേണം. കാരണം കുട്ടികളായ നിങ്ങളുടെ ലക്ഷ്യം ഒന്നാണ്, യാത്രയും ഒന്നാണ്. ബാബ ഇങ്ങനെ വളരെ സ്നേഹത്തോടെയും ഗൗരവത്തോടെയും കേൾപ്പിക്കുകയായിരുന്നു. ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ആരെയെല്ലാം പ്രതിയുള്ള വിശേഷ ഓർമ്മകൾ ഉണ്ടായിരുന്നുവോ അത് ബാബയ്ക്ക് നൽകി. വിശേഷിച്ച് വിദേശത്തുള്ള സഹോദരി സഹോദരന്മാരുടെയും സ്നേഹസ്മരണകൾ നൽകി. ബാബ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഈ ഡബിൾ വിദേശികളായ കുട്ടികൾ എൻ്റെ വളരെയധികം സ്നേഹികളാണ്, വളരെ സമീപത്തുള്ള ആത്മാക്കളാണ്. ഇവർ ബാബയെ വളരെ സ്നേഹത്തോടെ തിരിച്ചറിഞ്ഞു. ഇങ്ങനെയുള്ള സ്നേഹിയും സഹയോഗിയുമായ കുട്ടികൾക്കും വളരെയധികം ബാബയുടെ ഭാഗത്തു നിന്നും സ്നേഹസ്മരണകൾ നൽകണം എന്ന് ബാബ പറഞ്ഞു. ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.